നമസ്കാരം. യജാതി തൊലിക്കട്ടിയെ നോക്കണേ. കൂലിക്ക് ആളെ വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിപ്പിച്ച് ഫ്ലെക്സ് വയ്പ്പിച്ച് പോസ്റ്റർ അടിച്ചിറക്കി സോഷ്യൽ മീഡിയയിലൂടെ തെറി പൊങ്കാല നടത്തിയതിനു ശേഷം ആ വരുന്ന വരക്കം നോക്കി എങ്ങനെ സാധിക്കുന്നിടേ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. നോക്കൂ, ടീം UDF പോലെ വരികയാണ്. എന്തെല്ലാം അധിക്ഷേപങ്ങൾ, എന്തെല്ലാം തെറികൾ, എന്തെല്ലാം പുലഭ്യങ്ങൾ, ഇതെല്ലാം പരസ്പരം പണം കൊടുത്ത് PR ടീമിനെയും വെച്ച് ഒപ്പം തന്നെ ഫാൻസുകാരെ ഇറക്കി എന്തോരം അധിക്ഷേപങ്ങൾ നടത്തിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് നടക്കാനുള്ള ആ മനോഭാവവും ആ തൊലിക്കട്ടിയും സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. ആ വരക്കന്തേ വന്നതിന് ശേഷം ഇവർ 3 പേരും പറയുന്ന കേൾക്കാം. കാര്യം ഒരു കാര്യം ഉറപ്പായും, മുഖ്യമന്ത്രി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അത് തിങ്കളാഴ്ച മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. 23-ാം തീയതി വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോലാഹലങ്ങൾ തുടരും. ആ തോറ്റിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നവർ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ 23-ാം തീയതി വരെ സംസ്ഥാനത്തുടനീളം ഹൈ വോൾട്ട് എൻ്റർടൈൻമെൻറ്റ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ആ ദൃശ്യം നിരന്നു വരുന്ന, ഇത്രയും ദിവസം ചെയ്ത ഇതൊന്നും ഞങ്ങളല്ല, ഇത് വേറെ ആരോ ആണ്, ഇതൊക്കെ ഡമ്മികളായിട്ട് വരുന്നത് പോലെ കേരളത്തിന് തോന്നേണ്ട ഒരു സാഹചര്യമാണ്. നോക്കിയേ, വന്നിട്ട് പ്രവർത്തകർക്ക് കൊടുക്കുന്ന ആഹ്വാനം എങ്ങനെ, PR പൈസയും കൊടുത്ത് നിർത്തിയിരിക്കുന്ന അടിമകൾ അല്ലെങ്കിൽ ചാവേറുകൾ, അവരോട് ഈ നമ്മൾ കേൾക്കാൻ വേണ്ടി അടിക്കുന്ന വാചകം ഒന്ന് കേട്ടെ. പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മളൊരു ഉജ്ജ്വലമായ വിജയമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്ന് എല്ലാ പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാവിജയമാണ്. പിന്നീട് ഇങ്ങനെ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ, ചേരിതിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കല്, കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചരണങ്ങൾ, ഇതെല്ലാം ഒരു വിഭാഗീയത നമ്മുടെ പാർട്ടിയിലുണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത UDF പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത ഭൂരിഭാഗം ജനങ്ങൾക്കും അതൊരു മനസ്സിന് വിഷമമുണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് നിങ്ങളോട് എല്ലാവരോടും, എല്ലാ UDF പ്രവർത്തകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇന്നു മുതൽ അത്തരം ഒരു പ്രവർത്തികളും ചെയ്യരുത്. സംസ്ഥാനത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീക്കം ചെയ്യണം. നാളത്തേക്ക് അത് ഉണ്ടാകരുത്. ഇനി ഒരു സ്ഥലത്തും ഒരു പ്രകടനം പോലും നടത്തരുത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. APCC പ്രസിഡന്റ് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്നൊക്കെ പറഞ്ഞതുവരെ ഞാൻ എൻക്രോസ് ചെയ്യാറുണ്ട്. കാരണം ഇത് ജനങ്ങൾ നൽകിയ വൻപിച്ച മാൻഡേറ്റാണ്, വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഭരണകൂടം, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണകൂടം ഉണ്ടാക്കാനാണ്. അതിനിടയിൽ നിർഭാഗ്യകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരു പഴങ്കഥയായി അവസാനിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും പാർട്ടിക്കാരാണ്. പാർട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും പരമപ്രധാനം, ജനങ്ങളാണ് പരമപ്രധാനം. അതുകൊണ്ട് ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നിപ്പോൾ ഞങ്ങൾ നേതാക്കന്മാരായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷനും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെയും തീരുമാനത്തിനനുസരിച്ച് വ്യക്തമായിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് എല്ലാവരും കൂടി ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കണം. എൻ്റെ പേരിലോ അല്ലെങ്കിൽ രമേശ് പേരിലോ സതീഷിൻ്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനും പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നല്ല ഒരു ചരിത്ര വിജയമാണ് UDF ലഭിച്ചത്. ആ വിജയത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആഹ്ലാദഭരിതരുമാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങളുടെ 3 പേരുടെയും പേരുമായി ബന്ധപ്പെട്ട് ചില പ്രചരണങ്ങൾ നടന്നത്. അത് ആവേശഭരിതരായ ആളുകളോ അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളോ ഒക്കെ ഇങ്ങനെ ബോർഡുകൾ വെക്കുകയും ബാനറുകൾ കെട്ടുകയും ജാഥ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തേതോട് കൂടി ഇതെല്ലാം അവസാനിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടാണ്. നേതാക്കന്മാരെ സ്നേഹിക്കാനും നേതാക്കന്മാരുടെ താല്പര്യം പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതാണ് CK വേണുഗോപാൽ BD സതീശൻ കൂടെ പറഞ്ഞത്. പക്ഷേ ഇനി മുതൽ അത് ജനങ്ങളുടെ മുമ്പിൽ നമുക്കൊരു മോശമായ ചിത്രമുണ്ടാക്കാൻ വഴിതെളിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഇന്നു മുതൽ
വെച്ചിട്ടുള്ള ബോർഡുകൾ എടുത്തു മാറ്റുകയും അതോടൊപ്പം ഒന്നും നടത്താതിരിക്കുകയും കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന എല്ലാ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാൻ. കേട്ടല്ലോ. ഇനി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഫ്ലെക്സ് ഒന്നും വയ്ക്കണ്ടേ? ഞങ്ങൾക്ക് ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളെല്ലാം ഓക്കെയാണ്, ഞങ്ങളെല്ലാം ഇനി ടീം UDF വീണ്ടും ആയിട്ടുണ്ടെന്ന്. ഇത്ര മാത്രം അധിക്ഷേപങ്ങൾ, അതായത് ഒരേ പാർട്ടിയിലെ നേതാക്കന്മാരെ പരസ്പരം ചേരിതിരിഞ്ഞ് ഈ സമൂഹത്തിൻ്റെ മുന്നിലിട്ട് അലക്കിയിട്ട് വൈകുന്നേരം 4 മണി മുതൽ ഏകദേശം 7 മണി വരെ നീണ്ടുനിന്ന മുഴുനീള ചർച്ച. ഈ ചർച്ചയ്ക്കൊടുവിൽ ഇതാ VD ഞങ്ങളുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് ഒരു വിഭാഗം, മറ്റു വിഭാഗം പറയുന്നു ഞങ്ങളുടെ KC വരാൻ പോകുന്നു, കുറച്ച് വിഭാഗം പറയുന്നു ഞങ്ങളുടെ RC വരുന്നു. ഇപ്പോൾ ആരും വന്നില്ല. മറ്റേ കിലുക്ക സിനിമയിലെ രേവതി പറയും പോരാ, ആനയും വന്നില്ല മറ്റേ ഇതും വന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും 23-ാം തീയതി വരെ കേരളത്തിൽ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ഒരു ലോഡ് ശവം വീഴാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഈ തീവ്രതയിൽ തന്നെ തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ തെരുവോരങ്ങളിൽ, കാര്യം ഇവരുടെ അണികൾ അല്ലെങ്കിൽ ഇവർ ചാവേറാക്കി ഇറക്കി വിട്ടിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞാൽ കൃത്യമായിട്ട് കേൾക്കുന്നവർ കൂടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വരെ വലിച്ചു കീറുന്ന മനോഭാവക്കാരായതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണും. വേണ്ട സാധനങ്ങളൊക്കെ ഡോസ് അടിച്ച് കയറ്റി തെരുവിലേക്ക് ഇറക്കി വിട്ട് കണ്ണി കാണുന്നവരെ എല്ലാം തെറി വിളിച്ചോ, ഞാനല്ലാത്ത ഏത് പോസ്റ്റർ കണ്ടാലും വലിച്ചു കീറിക്കോ എന്ന് ആഹ്വാനം കൊടുത്ത് വിട്ടവർ ഈ ചുവപ്പ് കണ്ട കാളയുടെ ഒരു അവസ്ഥയിലാണ് എന്തായാലും കയറിപ്പോകുന്നത്. അതാണ് ഇപ്പോൾ ഡൽഹി പോയതിന് ശേഷം ഇത് ഒരു നടയ്ക്ക് പോകില്ല എന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായി. പരസ്പരം അവരുടെ മുന്നിൽ, അതായത് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ തന്നെ ഉടവാള് ഊരി അവിടെ വച്ച് തന്നെ ചിലപ്പോൾ കൊല നടക്കും എന്നുള്ളത് കൊണ്ട് 23-ാം തീയതി വരെ യോഗവും പിരിച്ചുവിട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വീട്ടിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി. കാര്യം ഇനി എടുത്ത് വീശുന്നത് പാവപ്പെട്ട സോണിയാഗാന്ധിയുടെ കഴുത്തിലെങ്ങാനും കൊള്ളുകയാണെങ്കിൽ അവർക്ക് വയ്യാതിരിക്കുകയാണ്, അവരിതോടുകൂടി വീണ് കണ്ണടയുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ആ ഒരു അക്രമം ഉണ്ടാകാതിരിക്കാനും അങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിവായി നിൽക്കാനും 23-ാം തീയതി വരെ ഡ്യൂ ഡേറ്റ് വെച്ചിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഇനി ഒരു ഭരണം വരണമെങ്കിൽ 23-ാം തീയതി കഴിയണം, അതായത് പുതിയ മുഖ്യമന്ത്രി ആരെന്നറിയാൻ. അതുവരെ ഈ രീതിയിലുള്ള അനിശ്ചിതത്വം തുടരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്.